ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കല്യാണ വ്ളോഗാണ്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കല്യാണം എവിടെയാണെന്നല്ല, കല്യാണം എടപ്പാളാണ്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകളുടെ വീട്ടിലാണ് കല്യാണം. അവളുടെ ഇളച്ചന്മാർ, അവരുടെ കല്യാണമാണ്, രണ്ടുപേരുടെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണിപ്പോൾ. നേരത്തെ എത്തണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് നേരത്തെ ചായപൊടിയൊക്കെ കഴിച്ച് നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. പക്ഷെ വേറൊരു സംഭവം ഉണ്ടായത്, നമ്മളവിടെ എത്തിയിട്ടും കല്യാണ വീട്ടിലുള്ളവർ വന്നിട്ടില്ല എന്നുള്ളതാണ്. സാരല്ലേ, കുറച്ച് നേരത്തെ ആയിപ്പോയി നമ്മൾ. കുഴപ്പമില്ല. നേരത്തെ കല്യാണത്തിന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേരത്തെ കാലത്ത് പോയതാണ്. കുഴപ്പമില്ല. എന്നാലും ഞങ്ങളവിടെ എത്തുമ്പോൾ 11 മണിയായി. പക്ഷെ അവരോടുള്ളവരുടെ പെണ്ണുങ്ങളുടെ അവർക്കറിയാലോ, ആ ഒരുക്കം കഴിഞ്ഞിട്ട് അവർക്കുണ്ട് ഇറങ്ങണ്ടേ. ഇറങ്ങിയാലല്ലേ അവർ ഓഡിറ്റോറിയത്തിൽ എത്തുള്ളൂ. അതുകൊണ്ട് മാത്രം അവർ ലേറ്റായി. പക്ഷേ അവരെ സ്വീകരിക്കാൻ ഞങ്ങളവിടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇത് ഇടയ്ക്കിടയ്ക്ക് എവിടെ എത്തി എന്നൊന്നും പറഞ്ഞിട്ട് എനിക്കറിയില്ല കേട്ടോ. സ്ഥലങ്ങളൊന്നും വലിയ അറിയില്ല എനിക്ക്. ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കുള്ളതൊന്നും വലിയ പിടുത്തമില്ലാത്തൊരു ഏരിയയാണ്. പോയിക്കണമെങ്കിലും വണ്ടിയിൽ ഇങ്ങനെ പോവുക, ഒപ്പം ആളുണ്ടാവും, അങ്ങനെ പോവുക വരിക എന്നല്ലാതെ വലിയ ഒരു പിടുത്തൊന്നുമില്ല സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് കാറിലിങ്ങനെ പോണു. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്താനായി എന്നുള്ളത് മനസ്സിലായി. വീഡിയോ എടുത്തപ്പോൾ ഏകദേശം ആ ഒരു ഏരിയ ഒക്കെ കണ്ടു വെച്ചതുകൊണ്ട് അവിടെ എത്താനായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞങ്ങളവിടെ ഇറക്കിയിട്ട് വേണം, ഞാനും അനിയനും ഉമ്മയും ഇപ്പയും മക്കളും കൂടിയിട്ടാണ് കല്യാണത്തിന് പോണത്. അപ്പോൾ ഞങ്ങളവിടെ ഓഡിറ്റോറിയത്തിലാക്കി തന്നിട്ട് വേണം അവനക്ക് അവൻ്റെ വൈഫിനെ കൊണ്ടുവരാൻ പോവാൻ. അവളുടെ വീട്ടിലാണ്. അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, എടപ്പാൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കൂട്ടി കൊണ്ടുവരണം. അവൾ പെരുന്നാൾ ആയിട്ട് പോയതാണ് വീട്ടിലേക്ക് നിൽക്കാൻ. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി, ഞങ്ങളവിടെ ഇറക്കിയിട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളവിടെ പോയി കുറച്ച് നേരം നിന്ന്. അപ്പോഴേക്കും അവർ വന്ന് കുറച്ച് നേരം, 5 മിനിറ്റ് അപ്പോൾ ഇതിന് അവരെത്തിക്കണ്. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അക്വേറിയൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല അതൊന്നും. അപ്പോൾ ഇതൊക്കെ എൻ്റെ അനിയത്തിമാരുണ്ട്, ഏട്ടത്തിമാരുണ്ട്, ഉമ്മാൻ്റെ അനിയത്തിമാരുണ്ട്, ഏട്ടത്തിമാരുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ, ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എത്തി. പിന്നെ അതാണ് എൻ്റെ അനിയത്തി, അവളുടെ ഹസ്ബൻഡാണത്, മക്കളും. അപ്പോൾ അവർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി തിരക്കാവണതിൻ്റെ മുന്നേ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ എത്തിയിട്ട് അവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. നല്ല എന്താ പറയുക, കുട്ടൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ അറിയണ്ടാവും, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കല്യാണം കളറായിരുന്നു, നല്ല അടിപൊളി കല്യാണമായിരുന്നു. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുഡിങ് എടുത്ത്, ബാക്കി എല്ലാവരും ഐസ്ക്രീം എടുത്ത്. അപ്പോൾ ഇത് ഫാമിലി ഫോട്ടോ ആണ്. അതിനിടയിലൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഒരുപാട് ഭാഗങ്ങൾ എടുത്തിട്ടില്ല, കിട്ടിയതൊക്കെ അതിൽ ചേർത്തതാണ്. പെണ്ണിനെ കൊണ്ടുവരാൻ പോണതും കൊണ്ടുവരുന്നതും ഇവിടെ എത്തിയിട്ടുള്ളത് മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാട്ടും ഒക്കെ ആയിട്ട് ചെക്കനും പെണ്ണും 2 പേരുണ്ടല്ലോ, മൊത്തത്തിൽ 4 പേര്. അപ്പോൾ അവരൊക്കെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് നേരം പാട്ടും ബഹളവും നല്ല രസമായിരുന്നു. അധികം വീഡിയോസൊന്നുമില്ല, കുറച്ച് കിട്ടിയതൊക്കെ ഇതിലങ്ങോട്ട് ആഡ് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ കിട്ടിയതൊക്കെ ഇതിലിങ്ങനെ ചേർത്ത് കൊടുത്തതാണ് ഞാൻ. ഇവിടെയൊക്കെ നല്ല അടിപൊളി പാട്ടാണ് കേട്ടോ. പക്ഷെ ഒന്നും ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്
അവിടെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചതാണ്. നല്ല നല്ല രസമായിരുന്നു പാട്ടും ഒക്കെ. ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമുക്കൊന്നും പാട്ടൊന്നും ഇടാതിരുന്നതാണ്. 2-3 പ്രാവശ്യം അതുമാതിരി കോപ്പിറൈറ്റ് അടിച്ചതാണ്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ആ പണി തന്നെ ചെയ്യണ്ടല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ മതിയെന്ന് വിചാരിച്ച് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.